ചിക്കനും ബ്രെഡ് കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഉണ്ടാവും ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത്. നല്ല ടേസ്റ്റാണ് കേസ് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കും. ബ്രെഡിൻ്റെ 4 സൈഡിലുള്ള ബ്രൗൺ കളറ് അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് ബ്രെഡ് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതല്ല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ട് റെഡിയാക്കി എടുക്കണ്ടേനെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ബ്രെഡ് മുഴുവനും ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ എടുക്കണം. ചിക്കൻ എടുത്തിട്ട് റെഡിയാക്കണം കേട്ടോ. അപ്പം ബ്രെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കിലോ ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചിക്കനെല്ലാം ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്യണം കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒക്കെ കൂടി ഒന്ന് വേപ്പിലയും കൂടി ഇട്ടുണ്ട്. കൂടി മിക്സ് ചെയ്ത് ജാറിലടിച്ചിട്ട് ഇങ്ങനെ നല്ലോണം അടിയണോട്ടാ ചിക്കൻ. ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനും ബ്രെഡും കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം കേട്ടോ. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടിച്ചു വെച്ചാക്കണം ബ്രെഡും ചിക്കനും കൂടി എടുത്തിട്ട് ചെറിയൊരു ലേഗിയിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്താട്ടോ. പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ കോട്ടിങ്ങിന് വേണ്ടി റെഡിയാക്കി വെക്കണ മുട്ട റെഡിയാക്കി ആയിട്ടുണ്ട്. അതിലേക്ക് നേരെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മുട്ട എഗ്ഗ് അതിലേക്ക് പിടിച്ചോളൂ കേട്ടോ. ഗേസ് അപ്പോൾ ബ്രെഡും ചിക്കനും കൊണ്ടുള്ള ഒരു ഇതൊക്കെ റെഡിയാക്കി നമ്മൾ എഗ്ഗിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീഞ്ചട്ടി കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നേരെ അത് ഒരേന്ന് എടുത്തിട്ട് നേരെ ബ്രെഡ് നമ്മൾ ഒടിച്ച് വെച്ചാണ് കേട്ടോ. മിക്സിയിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോന്നിട്ടിട്ട് ഇത് ബ്രെഡ് അങ്ങോട്ട് കോട്ട് ചെയ്തിട്ട് നേരെ എണ്ണയിലേക്ക് ഇടാം കേട്ടോ. ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡ് ആണല്ല കോട്ട് ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ നമുക്ക് നേരെ ആവുമ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതെ അപ്പോൾ ഒരേന്ന് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് ലെയർ ഇടേണ്ട ഗേസ്. അപ്പോൾ നമുക്കൊരു ചെറിയ ഒരു 3-4 എണ്ണം ഒരെണ്ണത്തിൽ ഫസ്റ്റ് ലെയറിൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ചീഞ്ചട്ടി ഇത്തിരി ചെറുതായതുകൊണ്ട് നമുക്കൊരു 3-4 എണ്ണമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ 2-3 ട്രിപ്പായിട്ട് ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ വരും കേട്ടോ. ആ ഒരു ബ്രൗൺ കളർ ആവുമ്പോഴാണ് നമ്മിത് കോരി എടുക്കണം കേട്ടോ. എല്ലാ സൈഡിലും എണ്ണ നമുക്ക് വേണം കേട്ടോ കേസ് കേട്ടോ. അപ്പോൾ എണ്ണ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് മുങ്ങിക്കെടുക്കാനുള്ള എണ്ണ ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ 4 എണ്ണം വെച്ചിടുന്നതുകൊണ്ട് ഇത്ര എണ്ണ മതി നമുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗം ഇത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേസ്. ഫസ്റ്റ് ലെയർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ടൊക്കെ ഫസ്റ്റ് ലെയർ റെഡി ആയി. അപ്പോൾ നമ്മളത് കോരി എടുക്കേണ്ട ഒരു വീട്ടിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ട കേസ്. അപ്പോൾ അതെ ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിടണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ വിഭവം ഒന്ന് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഈ വിഭവം. ആദ്യം ഇട്ടതപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പേപ്പർ വെച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ ഉണ്ടെങ്കിൽ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഈ പേപ്പർ നമ്മൾ അതിൽ വെച്ചാണ്. അപ്പോൾ അടുത്തതും കൂടി ഇടേണ്ട. അടുത്തതും കൂടി അങ്ങാട് റെഡിയാക്കുകയാണ്. അപ്പോൾ റെഡി ആയിട്ട് ഗേസ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഇടുന്നു.
അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് വാങ്ങിച്ചിടണം കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടൊമാറ്റോ സോസ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നമ്മൾ ഇടണം കേട്ടോ. ഇട്ടിട്ട് എടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. ഉപ്പനാ ടേസ്റ്റ് ചെയ്യണത് നമുക്ക് എങ്ങനെയുണ്ടെന്ന്. വായ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയണത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്.